എല്ലാവർക്കും പ്രഭാതത്തിലെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. പ്രാർത്ഥന നമ്മെ പുതുക്കിയെടുക്കും. ഇന്നും കർത്താവിൽ ഉയർന്ന തലങ്ങളിൽ ജീവിക്കുന്ന ആരുടെയെങ്കിലും ഒരു പേര് പറയാമോ? അവരെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് ആ ഉയരങ്ങളിലെത്തിയത്. തീർച്ചയായിട്ടും ഈ തുടർമാന ദിവസങ്ങളിലെ പ്രാർത്ഥന വചനധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതം മറിയും എന്നതിന് രണ്ട് പക്ഷമില്ല. ഇത് ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ നിമിത്തമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ദൈവവചന വായനയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളാണ്. യാക്കോബ് തൻ്റെ മകനായ ജോസഫിനെ, മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ജോസഫിനെ അനുഗ്രഹിച്ച അനുഗ്രഹം ഒരു വ്യത്യസ്തമായ അനുഗ്രഹമാണ്. മറ്റെല്ലാ സഹോദരന്മാരെ അനുഗ്രഹിച്ചതിൽ നിന്നും ജോസഫിനെ അനുഗ്രഹിക്കുന്നത് വ്യത്യസ്തമാണ്. അതിങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 49:22 മുതൽ 26 വരെയാണ് അതാ കാണുന്നത്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവരെയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ, നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തൻ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെ ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിന് അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു. അവ ജോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. ഒരു അനുഗ്രഹം വരുമ്പോൾ ജോസഫിന് മാത്രം, 12 മക്കളിൽ ജോസഫിന് മാത്രം വ്യത്യസ്തമായ ഒരു അനുഗ്രഹം വരുന്നത് ശ്രദ്ധിച്ചോ? അനുഗ്രഹം എന്നത് ഒരു പ്രവചനമാണ്. അത് സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ പേരാണ് പ്രവചനം. വിശ്വാസത്തിൻ്റെ ആത്മാവിൽ പറയുന്ന വാക്കുകളാണ് പ്രവചനം. യാക്കോബ് പ്രവചിക്കുക. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. യാക്കോബിനോട് സഹോദരന്മാരാരും പറഞ്ഞില്ല, ജോസഫ് പറഞ്ഞില്ല. ജോസഫിനെ ഇതുപോലെ വിറ്റ കാര്യമൊന്നും, വസ്ത്രമൂരി വിറ്റതും ഇത്രയും കാലം അനുഭവിച്ചത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് ജോസഫിനെ മാത്രം അനുഗ്രഹിച്ച് ബാക്കി മുഴുവനും സഹോദരങ്ങളെ ശപിക്കും. അന്നത്തെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു. അവർ ശപിച്ചിരിക്കും. അവർ ശപിച്ചത് തന്നെയാണ്. എന്നാൽ ജോസഫിന് ഇതെല്ലാം മറക്കാനുള്ള, സഹോദരന്മാർ ഉപദ്രവിച്ചതെല്ലാം മറക്കാനുള്ള കൃപ കൊടുത്തു. എന്നിട്ടും വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവന് വന്ന പ്രശ്നങ്ങൾ ജോസഫ് ഒന്നും അപ്പനോട് പറഞ്ഞില്ലെങ്കിലും അപ്പൻ ആത്മാവിൽ അത് തിരിച്ചറിയുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ. അപ്പോൾ ഇവനെ എല്ലാവരും ആക്രമിച്ചു, എന്നാൽ അവനെ ദൈവം നിലനിർത്തി എന്ന് യാക്കോബ് അനുഗ്രഹത്തിൻ്റെ വാക്കുകളിൽ പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനു വേണ്ടി നിന്നാൽ മതി. നമ്മുടെ വഴികളെല്ലാം, നമുക്ക് വരേണ്ട അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹങ്ങൾ പുറകെ വരും. മാത്രമല്ല, നമ്മെ അനുഗ്രഹിക്കാനുള്ളവരും നമ്മുടെ ചുറ്റും കൂടും. നമ്മെ നശിപ്പിക്കാനുള്ളവർ കൂടുന്നൊരു സീസൺ ഉണ്ടാകും. എന്നാൽ നമ്മുടെ സീസൺ വന്നാൽ നമ്മെ അനുഗ്രഹിക്കാനുള്ളവർ നമ്മുടെ ചുറ്റും കൂടും. ഇതാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. യേശുവിനെ പോലെ യേശുവിൻ്റെ മാറിലോട്ട് ചേർന്ന്
യേശുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഒരു വിജയമാണ്. പിതാവിൻ്റെ മുഴുവനും അനുഗ്രഹം പിതാവ് പുത്രന് കൊടുത്തു. എന്താണ്? പിതാവിനെ പോലെ ജീവിക്കാൻ പുത്രൻ ഭൂമിയിൽ തന്നെത്താൻ സമർപ്പിച്ചു. അതുപോലെ നമുക്കും ഇന്ന് പ്രഭാതം മുതൽ കർത്താവേ, എനിക്ക് നിന്നെ പോലെ ആകണം, നിൻ മുഖം കാണണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്ന് ജീവിക്കണം. നിന്നെ
ഓരോ നിമിഷവും അങ്ങിൽ ചേർന്നു ജീവിപ്പാൻ എല്ലാ ആയുസ്സിലും അങ്ങിൽ ചേർന്നു ജീവിപ്പാൻ എല്ലാ കാലത്തും അങ്ങിൽ ചേർന്നു ജീവിപ്പാൻ യേശുവേ അങ്ങിൽ ചേർന്നു ജീവിപ്പാൻ. ഇന്ന് എത്ര പേർ ആഗ്രഹത്തോടെ ദൈവവചനം കേൾക്കാൻ ദൈവസന്നിധിയിലിരിക്കുന്നുണ്ട്? തുടർമാനമായി നമ്മൾ ചിന്തിക്കുന്ന പ്രാർത്ഥന എന്ന അതേ വിഷയമാണ് നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത്. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 3-ാം വാക്യം, ഈ ആഴ്ച മുഴുവനും നമ്മൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഓരോ ദിവസവും നമുക്ക് ആഹാരത്തിൻ്റെ ആവശ്യമുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ആഹാരം നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ആത്മീക ജീവിതത്തിന് വേണ്ടി നമ്മൾ അധികം വചനം ഭക്ഷിക്കാറില്ല. ആ പഴം തിന്നപ്പോൾ അവൻ്റെ കണ്ണു തുറന്നു എന്നാണ്. അപ്പം ആ പഴം തിന്നേണ്ട ഒരു സമയമുണ്ട്. എന്നാൽ ദൈവം പറയുന്നതിന് മുമ്പ് കയറിയത് തിന്നതാണ് വിഷയം. കണ്ണ് തുറക്കുന്ന ചില ഫലങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ചിലത് കഴിച്ചാൽ നമ്മുടെ കണ്ണ് തുറക്കും. പുതിയ നിയമത്തിലെ വചനങ്ങൾ മുഴുവൻ വെളിപ്പാടുകളാണ്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ മറ നീക്കി കാണുക, കണ്ണ് തുറക്കുന്ന. വാസ്തവമായിട്ട് ഈ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക. അപ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുന്ന ഒത്തിരി വചനങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മൾ ഈ വചനം ധ്യാനിക്കണം. ഇന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ്, ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേ. ഇന്ന് വേണ്ടത് ഓരോ ദിവസത്തേക്കും ദൈവത്തോട് നമ്മളത് ചോദിക്കണം. നമ്മൾ അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു. യാക്കോബിന്റെ മകനായ ജോസഫിനെ കുറിച്ച്. ജോസഫിന്റെ ജീവിത വിജയ രഹസ്യം, അവൻ ജീവിതത്തിൽ വിജയിച്ചത് വിശ്വാസ വീരനായി വിശ്വാസത്തിന് വേണ്ടി നിന്നവനാണ് ജോസഫ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എല്ലാം വിശ്വാസ വീരന്മാരായിരുന്നു. കാരണം അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി. അവർ കേട്ട വചനത്തെ അവർ വിശ്വസിച്ചു, ആ വചനത്തെ അവർ അനുസരിച്ചു, ആ വചനത്തിൽ അവർ നിലനിന്നു. അതുകൊണ്ട് അവർക്കത് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അവരൊത്തിരി കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയവരാണ്. അതുപോലെ തന്നെയാണ് ജോസഫ്. ജോസഫിനെ ദൈവം മാനിച്ച് അവൻ്റെ 17 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലൂടെ ദൈവം അവനോട് സംസാരിച്ചു. നേരിട്ട് സംസാരിക്കുന്നു, ദർശനങ്ങളിലൂടെ സംസാരിക്കുന്നു, വെളിപ്പാടുകളിലൂടെ സംസാരിക്കുന്നു, പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു, സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നു, പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു. ദൈവത്തിന് സംസാരിക്കാൻ ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ, പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ, പ്രകൃതിയെ കാണുമ്പോൾ നമ്മൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറയണം. 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും 4-ാം ദിവസവും ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഓരോ ദിവസവും സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളെ കണ്ട് 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 ഇന്ന് വരെ നമ്മൾക്ക് തീർന്നിട്ടില്ല. ഭൂമിയിലുള്ള പക്ഷികൾ എത്രയുണ്ടെന്ന് പോലും ശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല. മത്സ്യങ്ങൾ എത്രയുണ്ടെന്ന് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വൃക്ഷങ്ങൾ എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വെറൈറ്റികൾ ദൈവം ഒരു വാക്കിൽ മനുഷ്യന് വേണ്ടി ഉളവാക്കിയതാണ്. 800 കോടി ജനമുണ്ടായിട്ടും 800 കോടി ജനത്തിനും ഇത്രയും സൗന്ദര്യം ആസ്വദിച്ച് തീരാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ബൃഹത്താണ്, മഹത്വമുള്ളതാണ് ദൈവത്തിൻ്റെ വായിലൂടെ വചനത്തിലൂടെ ഉളവാക്കിയ മനോഹാരിത. വചനം മനോഹാരിത കൊണ്ടുവന്നു. വചനം വളർച്ച കൊണ്ടുവന്നു. വചനം
വെള്ളങ്ങൾ തമ്മിൽ വേർതിരിച്ച് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതിനെയും വേർതിരിക്കുന്ന വചനമാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വചനമാണ്. നന്മകളെ മുളപ്പിക്കുന്നത് വചനമാണ്. രാത്രിയും പകലും വാഴാനായിട്ട് നന്മകളെ വെച്ചത് വചനമാണ്. സീസണുകളെ, കാലാവസ്ഥയെ ഉണ്ടാക്കിയത് വചനമാണ്. പർവ്വജാതികളെ പറക്കുമാറാക്കിയത് വചനമാണ്. മൃഗജാതികളെ ഓടുമാറാക്കിയത് വചനമാണ്. അതത് വൃക്ഷത്തിൻ്റെ ഫലം തിന്മാനാക്കിയത് വചനമാണ്. എല്ലാം വചനമാണ്. എന്നിട്ട് മനുഷ്യനെ ഉണ്ടാക്കി ജീവൻ കൊടുത്തിട്ട് വചനം പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് കവിയുവിൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വചനമാണ്. വചനത്താൽ ആരംഭിക്കുന്ന ഒരു വേദപുസ്തകമാണ് നമ്മുടെ കയ്യിൽ. വചനം മുഴുവനും വചനമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വചനം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തെ കൂടാതെ നമുക്കൊരു ജീവിതം സാധ്യമല്ല. പാടില്ലെന്നല്ല, സാധ്യമല്ല. നിങ്ങളിത് ചെയ്യണമെന്നല്ല, ചെയ്യാതെ നിവർത്തിയില്ല. നിങ്ങൾ ഇതുപോലെ അനുസരിക്കണമെന്നല്ല, അനുസരിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അതാണ് ഈ ദൈവവചനവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ദൈവവചനത്തിലൂടെ മാത്രമേ ഇനിയും നമുക്ക് വർദ്ധിച്ച് പെരുകാൻ കഴിയൂ. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം അതാണ്. അബ്രഹാം വർദ്ധിച്ചു പെരുകി, ഇസഹാക്ക് വർദ്ധിച്ചു പെരുകി, യാക്കോബ് വർദ്ധിച്ചു പെരുകി. ഇതാ ദൈവം ഒരു 17 വയസ്സുകാരനൊരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നത്തെ അവൻ മുറുകെ പിടിച്ചു. എല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ പലരും അതിനെ മുറുകെ പിടിക്കാറില്ല. ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു ആ സ്വപ്നം. ദൈവത്തിൻ്റെ വചനമായിരുന്നു ആ സ്വപ്നം. ദൈവത്തിൻ്റെ ഹിതമായിരുന്നു ആ സ്വപ്നം. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ആ സ്വപ്നം. അവൻ ആ സ്വപ്നത്തെ മുറുകെ പിടിച്ചു. ആ സ്വപ്നത്തെ ഇഷ്ടപ്പെടാത്ത സഹോദരന്മാരാണെന്ന് അറിഞ്ഞിട്ടും അവൻ ആ സ്വപ്നത്തെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, അവൻ വാ കൊണ്ടത് പറഞ്ഞു. പലരും നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും മിണ്ടില്ല. കാരണം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറഞ്ഞാൽ മാത്രമേ ആ സ്വപ്നം ചലിക്കാൻ തുടങ്ങും. അവൻ സ്വപ്നം പറഞ്ഞു, ഉടനെ സ്വപ്നം ചലിക്കാൻ തുടങ്ങി. നാം സ്വപ്നം അല്ലെങ്കിൽ ദൈവവചനം, ദൈവത്തിൻ്റെ ഹിതം പറയാൻ തുടങ്ങിയാൽ ദൈവഹിതം അന്ന് മുതലാണ് ചലിക്കുന്നത്. സഹോദരന്മാർ അവനോട് നീരസപ്പെട്ടു, അസൂയപ്പെട്ടു. അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വസ്ത്രമൂരി അവനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് വലിച്ചു കയറ്റി മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. അവർ ആ കച്ചവടക്കാർ മിസ്രൈമിലേക്ക് ചെന്ന് അവനെ അവിടെ ഒരു ചന്തയിൽ വിറ്റു. പോത്തിഫേർ അവനെ പൈസ കൊടുത്ത് വിലക്ക് വാങ്ങി അടിമയായി തൻ്റെ വീട്ടിലെ വേലക്കായി കൊണ്ടുപോയി. കണ്ടോ വചനം ചലിച്ചത്? കണ്ടോ? പലപ്പോഴും വചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹിതം ചലിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് മുഴുവൻ അനുഗ്രഹമല്ലേ. നേരെ ജോസഫ് ഈ സ്വപ്നത്തിലേക്ക് പോകുന്നു. നേരെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. നേരെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ഉടനെ ജോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. ഉടനെ അവൻ രാജാവാകുന്നു, അല്ലെങ്കിൽ മന്ത്രിയാകുന്നു, രാജ്യം ഭരിക്കുന്നു. ഇല്ല ജോസഫേ, ആ നിനക്ക് തന്ന സ്വപ്നത്തോളം നീ വളരണം. ദൈവം ഒരു വചനം തന്നാൽ വചനം പോലെ നീ വളരണം. ബെറയോന ശീമോനെ, നീ ഇപ്പോൾ ശീമോനാണ്, നീ പത്രോസ് ആകും. പത്രോസിലേക്ക് നീ വളരണം. നീ ഇപ്പോൾ ബെറയോന ശീമോനാണ്. ഗിദയോനെ, നീ പരാക്രമശാലിയാണ്, എന്നാൽ കുറച്ച് ദിവസം എടുക്കും നീ ആ പരാക്രമശാലിയിലേക്ക് വളരാൻ. ദൈവം നമ്മെ എന്തോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം അനുവദിക്കുന്ന മുഖാന്തരങ്ങൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. പൊട്ടക്കിണർ ആർക്കേലും ഇഷ്ടമാണ്? അടിമ വീട് ആർക്കേലും ഇഷ്ടമാണ്?
നിന്ദകൾ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ദൈവം അവനെ എല്ലാ വഴികളിലൂടെയും വിട്ടു. ഒരു രാജ്യത്തിൻ്റെ ഉന്നത തലത്തിൽ എത്തേണ്ട അവനെ ഒരു രാജ്യം ഭരിക്കാനുള്ള വിവേകമുള്ളവനാക്കാൻ അവൻ കടന്നുപോയ വേദനകൾക്ക് കയ്യും കണക്കുമില്ല. ഇത് ശ്രദ്ധിക്കുന്ന ദൈവവചനം സ്വീകരിച്ച പലരും ഇന്ന് കടന്നു പോകുന്ന വിഷമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എത്രയും വേഗത്തിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്. നീ എത്രയും വേഗം പുറത്തു വന്നാൽ പറ്റില്ല. നീ നിന്റെ സ്വപ്നത്തോളം വളരണം. അതാണ് ജോസഫിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ജോസഫിനെ ദൈവം വളർത്തുകയാണ്. അവൻ്റെ അടിമ വീട് അവനെ വളർത്തുകയാണ്. അവൻ്റെ ജയിലുകൾ അവനെ വളർത്തുകയാണ്. ജോസഫിനെ ജോസഫാക്കിയത് അവന് ദൈവം അനുവദിച്ച അവൻ്റെ കൂരിരുൾ താഴ്വരകളാണ്. ദൈവം നമുക്ക് അനുവദിച്ച കൂരിരുൾ താഴ്വരകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, നമ്മെ വചനത്തിൽ വളർത്തുന്ന അത്ഭുത അവസരങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ വേദനകളെ നാം പാഴാക്കി കളയരുത്. ദൈവം അനുവദിക്കുന്ന വേദനകളാണ് നമ്മെ അനുഗ്രഹങ്ങളിലേക്ക് കുതിച്ചു ചാടുമാറാക്കുന്നത്. എന്തുകൊണ്ട് ജോസഫ് തളർന്നു പോയില്ല? ജോസഫിന് അറിയാം, ഞാൻ കണ്ട സ്വപ്നം അടക്കി വെക്കാൻ കഴിയുന്നതല്ല. ചോദ്യം, അപ്പോൾ എന്തുകൊണ്ടാണ് പലരും സ്വപ്നങ്ങൾ അടക്കി വെക്കുന്നത്? ആ സ്വപ്നങ്ങൾ ദിവസവും കാണുന്നു. ഇന്നൊരു സ്വപ്നം കാണുന്നു, നാളെ വേറൊരു സ്വപ്നം കാണുന്നു, മറ്റേന്നാ വേറൊരു. എന്നാൽ ജോസഫ് 2 സ്വപ്നവും ഒരുപോലെ കണ്ടു. രണ്ടും ഒരേപോലെ സമാന്തരമായ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. ദൈവത്തിൽ നിന്നാണെന്നുള്ളതിന്റെ തെളിവ് കണ്ടത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും. ദൈവത്തിൽ നിന്നാണെന്നുള്ളതിന്റെ തെളിവ് ഒരു പ്രവചനം കേട്ടെങ്കിൽ പുറകെ വേറൊരു പ്രവചനം അതുപോലെ കേൾക്കും. ഒരു സ്വപ്നം തന്നെ അതിൻ്റെ മറ്റൊരു രീതിയിൽ വേറെ കാണും. ഇത് ദൈവത്തിൽ നിന്നാണ്. ഫറവോ കണ്ട സ്വപ്നം ഇങ്ങനെയാണ്. 2 സ്വപ്നമാണ് കണ്ടത്. ഒന്ന് ക്ഷീണിച്ച കാള കൊഴുത്ത കാളയെ വിഴുങ്ങും. അടുത്ത സ്വപ്നം മെലിഞ്ഞിരിക്കുന്ന കതിരുകൾ കൊഴുത്തിരിക്കുന്ന കതിരുകളെ വിഴുങ്ങും. അപ്പോൾ 2 കാര്യം 2 രീതിയിലാണെങ്കിൽ ഒരേ അർത്ഥത്തിൽ വരികയാണെങ്കിൽ ആ സ്വപ്നത്തിന് നിലനിൽപ്പുണ്ട്. നിങ്ങളോട് ആരെങ്കിലും 2 പേർ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 2 പേർ നിങ്ങളോട് വന്ന് വെളിപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ വിടരുത്. അത് ദൈവത്തിൽ നിന്നാണ്. 2 ശബ്ദം നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞു. 3ാമത് അതിനെക്കുറിച്ച് സംശയിക്കുക വേണ്ട, അത് സംഭവിക്കും. ജോസഫിനെ 2 പ്രാവശ്യം കാണിച്ചു, ഫറവോയെ 2 പ്രാവശ്യം. ജോസഫിന് ഉറപ്പായി ഇത് ദൈവത്തിൻ്റെതാണ്. സ്വപ്നവും വ്യാഖ്യാനവും ദൈവത്തിനുള്ളത്. ജോസഫിന് അറിയാം, സ്വപ്നം ദൈവമാണ് തന്നതെങ്കിൽ അത് നടന്നിരിക്കും. ജോസഫ് വളരെ ഉറപ്പുള്ളവനാണ്. അപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ അവൻ പോകുന്നിടത്തെല്ലാം അഭിവൃദ്ധി. അവൻ അറിയാം, എന്നെ ദൈവം വളർത്തുകയാണ്. ജയിലിലും പോത്തിഫേറിന്റെ വീട്ടിലും പോകുന്നിടത്തെല്ലാം അവന് അഭിവൃദ്ധിയുണ്ട്. അവന്റെ കൂടെ ദൈവം ഉള്ളത് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും അവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞു, നീ രാജാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ, ഞാൻ പറഞ്ഞ സ്വപ്നം പോലെ നീ വ്യാഖ്യാനം പോലെ എത്തുമ്പോൾ നീ എന്നെ ഓർക്കണേ, എൻ്റെ ഈ കഷ്ടതയിൽ വിടിവിക്കണം. അപ്പൊ അവൻ ഇവിടുന്ന് പുറത്തു വരണമെന്നുണ്ട്. എന്നാൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ മടന്നു. ദൈവം ഓർക്കാതെ ബാക്കി ആരും ഓർത്തിട്ട് കാര്യമില്ല. ദൈവം ഓർത്താൽ മതി. എത്ര പേര് അതിന് ആമേൻ പറയും? ദൈവം തന്ന സ്വപ്നം ദൈവം നിവർത്തിയാക്കും. ദൈവം നമ്മളെ ഓർക്കും. ജോസഫിന്റെ ചരിത്രത്തിൽ എല്ലാം അങ്ങനെയാണ്. അവനെ ദൈവം ഉയർത്തിയ ചരിത്രമാണ് ബൈബിളിൽ. ഉൽപ്പത്തി പുസ്തകം 37 6-ാം വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. കണ്ടോ? ഞാൻ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തെ വിളിച്ചു പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം
മിസ്രൈമിൽ നിറവേറിയപ്പോൾ ഈ സഹോദരന്മാർ ഇവൻ്റെ സ്വപ്നം എന്താകുമെന്ന് പറഞ്ഞ ഈ സഹോദരന്മാർ അവനെ വന്ന് നമസ്കരിച്ചു. അപ്പോൾ ജോസഫ് പറഞ്ഞില്ല, അന്ന് കണ്ട സ്വപ്നത്തിൻ്റെ നിവൃത്തിയാടാ നീയൊക്കെ മുട്ടുകുത്തുന്നേ പറഞ്ഞില്ല. സഹോദരന്മാരെ, ഇത് ദൈവത്തിൻ്റെ വഴിയാണ്. ഈ സ്വപ്നത്തിലേക്ക് എന്നെ ദൈവം ഇന്നുള്ളതുപോലെ ദൈവം എന്നെ അയച്ചതാണ്. ദൈവം കാണിക്കുന്ന ആലോചനകളിലേക്ക്, ദൈവം നിനക്കൊരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ ആ ആലോചനയിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കയറി കർത്താവിനോട് പറഞ്ഞു ഇത് നടന്നില്ലല്ലോ, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്വപ്നം ദൈവം തന്നാൽ, ഒരു ദൈവാലോചന ദൈവം തന്നാൽ, ഒരു വചനം ദൈവം തന്നാൽ നാം അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയുന്നില്ല. നമ്മളിങ്ങനെ ചോദിക്കും എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ട് നടക്കുന്നില്ല. നടന്നിരിക്കും. നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചുവടാണ്. മിസ്രൈമി കച്ചവടക്കാർ കൊണ്ടുപോകുമ്പോൾ അടുത്ത ചുവടാണ്. അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വാഗ്ദത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്ന ഹബക്കൂക്ക് 2:2 മുതൽ വായിക്കുമ്പോൾ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. താമസിച്ചാലും അതിനായി കാത്തിരിക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജോസഫിന് കിട്ടിയ വചനം, അന്ന് വേണ്ട ആഹാരം, അവൻ്റെ ജീവിതകാലം മുഴുവനും വേണ്ട ആഹാരം 2 സ്വപ്നത്തിൽ ദൈവം വെച്ചു. ആ സ്വപ്നമാണ് അവന് ജീവൻ കൊടുത്തിരുന്നത്. അവൻ കഴിച്ച ഭക്ഷണം അവന് ഓരോ മണിക്കൂറിന് വേണ്ട ജീവനാണ് കൊടുത്തത്. എന്നാൽ അവൻ കണ്ട 2 സ്വപ്നം അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാണ് കർത്താവ്. ജീവിതകാലം മുഴുവനും ജീവൻ കിട്ടാൻ ഒറ്റ ദർശനം മതി, ക്രൂശിൻ്റെ ദർശനം. പൗലോസ് പറയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ ദർശനം മതി, യേശുവിൻ്റെ ക്രൂശിൻ്റെ ദർശനം. നീ മാറും, നിന്റെ ജീവിതം മാറും, നിന്റെ ഭാവി മാറും, നിന്റെ നാളുകൾ അത്ഭുതവും അനുഗ്രഹവുമായി മാറും. ഒറ്റ സ്വപ്നം. കർത്താവ് അത് ചെയ്യും. യുവാവേ, യുവതിയെ, മാതാപിതാക്കളെ, നമ്മുടെ വീടിനെ ദൈവം മാനിക്കും. ദൈവം തന്ന ആലോചനയിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വരും നിശ്ചയം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ചെയ്യും. നിനക്ക് തന്നു കഴിഞ്ഞു. ജോസഫിന് ഒരിക്കലേ ആ സ്വപ്നം കൊടുത്തോളൂ, 2 പ്രാവശ്യം. ജീവിതകാലം മുഴുവൻ ആ സ്വപ്നത്തിലേക്ക് അവൻ നടന്ന് കയറുകയായിരുന്നു. ഇതുപോലെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടം, ജപ്തി, രോഗം ഇതെല്ലാം അതിനകത്ത് വരും. എന്നാൽ നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വൻ കാര്യങ്ങൾ നടക്കും. വിശ്വസിക്കുക. ഒടുവിൽ വാഗ്ദത്തം പൂർണ്ണതയിൽ വരും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യേശു കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം പോലെ ഈ മക്കൾക്ക് വേണ്ട ആഹാരം സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ വ്യക്തമായി കൊടുക്കുകയും അതിലുള്ള ജീവൻ അവർക്ക് ലഭിക്കുകയും അവരതിലൂടെ ആത്മാവിൽ വളർന്ന് ഉയർന്ന തലങ്ങളിൽ എത്തുകയും ചെയ്യുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഈ വചനത്തിൽ പറയുന്ന അതേ ബ്ലെസ്സിങ് ഈ മക്കളുടെ മേൽ വരട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങളും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് വശംവദരായ ഒരു കൂട്ടം ജനമെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് ചുവടുവെച്ച് കഴിഞ്ഞു എന്നുള്ള ഈ സത്യം ഞാൻ ഈ പറഞ്ഞത് ഇവർക്കുള്ള ആഹാരമാകട്ടെ, ഇവരുടെ വിശ്വാസം സജീവമാകട്ടെ. ഇന്ന് വേണ്ട വചനം ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അവരെ ബലപ്പെടുത്തണം. അത്ഭുതങ്ങൾ കൊണ്ട് ആ വീട് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ ജീവന്റെ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. മറ്റുള്ളവരുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയണം. നിങ്ങൾ ഈ പ്രോഗ്രാം ലൈക്ക് ചെയ്യണം. അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു കൂട്ടായ വലങ്കരം തന്ന് ഈ മീഡിയ മിനിസ്ട്രിയെ നിങ്ങൾ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തികമായി ഞങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നു. ഇതേ സമയത്ത് നാളെയും കാണാം. ഗോഡ് ബ്ലെസ് യു.